ഹലോ, ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് ഞാൻ രാവിലെ തന്നെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ള കമൻ്റാണ് കേട്ടോ. എനിക്ക് ചിരിയാണ് വരുന്നത് കണ്ടിട്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നും തോന്നില്ല. കാരണം ഏതാ വീഡിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ വന്നിട്ട് ഒരുത്തൻ കമൻറ്റ് ചെയ്തേക്കാണ്, ഈ പറയുന്ന രീതിക്ക് പൈസ ഉണ്ടാക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും ഞാൻ നല്ല മാന്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ പോരാത്തതിന് എൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലുള്ള ആൾക്കാരെ പോലെ, നിൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ കയറൂറ്റിയിട്ട് വിട്ടിട്ടുള്ളതല്ല. ഞാൻ ആ കമൻറ്റ് ഇവിടെ പിൻ ചെയ്യാം, മുകളിൽ കൊടുത്തേക്കാം. എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. നല്ലൊരു അടിപൊളി കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അഭിസംബോധന ചെയ്യുന്ന രീതിയും ഇത് 2025 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി 2025 എന്നുള്ളത് ഞാൻ മറന്നുപോയോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ട്. എന്തായാലും കമൻറ്റ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കൂ, കണ്ടാൽ മനസ്സിലാവും. വളരെ മനോഹരമായിട്ടുള്ളൊരു കമൻറ്റാണ്. അപ്പം അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു ഫുൾ വീഡിയോ ആണെങ്കിൽ ഓക്കെ. ഇതൊരു ചെറിയ നമ്മൾ റിമൈൻഡർ പോലെ ചെയ്തിട്ടുള്ളൊരു വീഡിയോയ്ക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പം അതിൽ ആ അഭിസംബോധന ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ എനിക്കിഷ്ടമായി കേട്ടോ. കാരണം കുറച്ച് എന്താ പറയുക, അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്ന ആളുകളോട് പ്രതികരിക്കുന്ന രീതി. അദ്ദേഹത്തിൻ്റെ വീഡിയോ ചാനൽ ഞാൻ നോക്കി. ചാനൽ നോക്കിയപ്പം ഒറ്റ സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു രീതിയോട് ഫോളോ ചെയ്യുന്ന ഒരാൾ പോലും ഇല്ല. പിന്നെ ഇതുവരെയായിട്ട് ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. പ്രൊഫൈലിൽ ഒരു പിക്ചർ പോലും ഇല്ല. സ്വന്തം പ്രൊഫൈൽ പിക്ക് പോലും ഇല്ല. ഇതൊന്നും ഇടാതെ മറ്റുള്ളവരെ പോയി വിമർശിക്കാൻ കാണിക്കുന്ന ഭയങ്കരമായ ധൈര്യം ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു കേട്ടോ. 1-2 വാക്ക് വന്നിട്ട് 1-2 വീഡിയോ ഇട്ട് അവനവൻ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. അല്ലാതെ മറ്റുള്ളവരെ പോയി അമ്മായി എന്ന് വീട്ടിലുള്ളവരെ വിളിക്കും പോലെ വിളിച്ചാലുണ്ടല്ലോ, അത് സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ട് വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. വേണമെങ്കിൽ നിൻ്റെ ഒരു ഫോൺ നമ്പറും കൂടെ ഒന്ന് പിൻ ചെയ്യും. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അതിനുള്ള മറുപടി പറഞ്ഞു തരാം കേട്ടോ. എനിക്ക് നന്നായിട്ട് അറിയാൻ പറയാൻ. അതുകൊണ്ട് നിൻ്റെ സംസ്കാരമല്ല മറ്റുള്ളവരുടെ സംസ്കാരം എന്നുള്ളത് മനസ്സിലാക്കുക. വീട്ടിൽ വരുന്ന വിരുന്നുകാരെ നീ പറയുന്ന രീതിയിൽ നിൻ്റെ വീട്ടിലുള്ളവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ. കുറച്ച് സംസ്കാരത്തിൽ തന്നെ പറഞ്ഞ ആൾക്കാരാണ്. അഭിമാനത്തിന് ഒരു കുറവുമില്ല. പിന്നെ നിൻ്റെ രീതിക്ക് പൈസ ഉണ്ടാക്കേണ്ട ഗതികേട് ദൈവം വരുത്തിയിട്ടുമില്ല. പാവം. എന്തായാലും എനിക്ക് സഹതാപമുണ്ട്. ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആൾ തന്നെയാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനും BEdും കഴിഞ്ഞ ആളാണ്. ആദ്യം പോയിട്ട് സ്കൂളിൻ്റെ പടി എന്താണെന്ന് കണ്ടിട്ട് വാ. ഓക്കെ. അപ്പം പിന്നെ ധൈര്യത്തിൻ്റെ കാര്യത്തിലും ഒട്ടും കുറവില്ല. നീ ഒരു പേര് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തിയിട്ട് ഓടാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല കേട്ടോ. ഞാൻ വെറുതെ അല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. ആ വീഡിയോസിലുള്ള ആൾ തന്നെയാണ്, അതിൽ പറയുന്ന ആൾ തന്നെയാണ്. അതെൻ്റെ ജീവിതത്തിൽ പകർത്തിയതിന് ശേഷം തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്കങ്ങനത്തെ ഒരു പേടിയോ ഒരു വീഡിയോ ചെയ്യുന്നതിൽ ഒരു ജാള്യതയില്ല. ഞാൻ മോശമായിട്ടുള്ളൊരു കാര്യം ഞാൻ വീഡിയോയിൽ ചെയ്യുന്നില്ല. വളരെ മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്ത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും കാണിച്ചിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഓക്കെ. അങ്ങനത്തെ പേടി എനിക്കില്ല കേട്ടോ. വേറെ ഏതെങ്കിലും വീഡിയോസ് നോക്കൂ, പറയാനായിട്ട് ഇനിയുണ്ടാവുമല്ലോ വീഡിയോസൊക്കെ. പിന്നെ നിൻ്റെ പേര് ഒരു മുസ്ലിം പേര് ഇട്ടിട്ട് വന്നിട്ട് ഇവിടെ കമൻ്റ് അടിച്ചാൽ ഞാൻ അതിലൊന്നും തളരൂല. എൻ്റെ നാട്ടിൽ ഇഷ്ടംപോലെ മുസ്ലിം സഹോദരന്മാരുണ്ട്. ഞാൻ നല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള നാട്ടും പുറത്താണ് ജനിച്ച് വളർന്നത്. ഇങ്ങനെയുള്ള കമൻറ്റിൻ്റെ അർത്ഥവും എനിക്കറിയാൻ നന്നായിട്ട്. അതുകൊണ്ട് ഒരു ജാതിനെയോ ഒരു മതത്തിനെയോ ഞാൻ മോശമായിട്ട് കാണില്ല. എൻ്റെ തൊട്ടടുത്ത വീട് മുസ്ലിംസാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചൊറി വരുന്ന ആൾക്കാർക്കൊക്കെ എന്താ തകരാറെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ ഒരു മതത്തിൻ്റേതായിട്ടുള്ള പേരിട്ടിട്ട് അങ്ങനെ ഒരു മതത്തിനെയും മോശമാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട. ഓക്കെ.
അതൊന്നും വിശ്വസിക്കുന്ന ഒരാളും അല്ല ഞാൻ. ഓക്കെ, അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ബോധവും നന്നായിട്ടുള്ള ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ഇമാതിരി അടവുകളും തിരിവുകളൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പറ്റി നോക്ക് കേട്ടോ. വീട്ടിൽ നോക്ക്. വീട്ടിൽ ചിലപ്പം വെറുതെ ഇരുന്ന് ഇതുപോലെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവിടെ പോയി നോക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഓക്കെ കേട്ടോ, എന്നാൽ ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം കുറച്ച് കമൻറ്റുകളൊക്കെ ഇനിയും ഉണ്ടാക്കിയിട്ട് വാ, നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.